എന്താണ് സ്വസ്ഥത? നമ്മൾ ഈ വാക്കുകളൊക്കെ ഉപയോഗിക്കാറുണ്ട്. മനുഷ്യനൊരു സ്വസ്ഥതയില്ല. എന്തുകൊണ്ടാണ് നമ്മുടെ സ്വസ്ഥത നഷ്ടപ്പെടുന്നത്? എന്താണ് സ്വസ്ഥത? സ്വസ്മിൻ സ്ഥീയതേ ഇതി ഭാവഃ സ്വസ്ഥഃ. യഹ യാതൊരുവനാണോ സ്വമ്മിൽ സ്ഥിതി ചെയ്യുന്നത്, യാതൊരുവൻ യാതൊരുവനിൽ സ്ഥിതി ചെയ്യുന്നു. ഒരുവൻ ഒരുവനിൽ സ്ഥിതി ചെയ്യുമ്പോൾ അവൻ സ്വസ്ഥനാണ്. അതല്ല നമ്മൾ മറ്റ് പലതിലുമാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിലോ നമുക്ക് സ്വസ്ഥത ഉണ്ടാവില്ല. അപ്പൊ എൻ്റെ അസ്വസ്ഥതയ്ക്ക് നിദാനമെന്ത്? എൻ്റെ അസ്വസ്ഥതയ്ക്ക് കാരണമെന്ത്? ഞാൻ മറ്റു പലതിലും സ്ഥിതി ചെയ്യുന്നു. അതെന്തൊക്കെയാണ് മറ്റു പലതും? എനിക്ക് എന്തൊക്കെയോ ചിലത് നേടേണ്ടതുണ്ട്. അപ്പൊ അത് ഇപ്പൊ ഇല്ല അല്ലെ? ഇപ്പൊ എനിക്ക് ഇല്ലാത്തത് എനിക്ക് നേടേണ്ടത്. ഇതിനെ ഗീതയിൽ യോഗം എന്നും ക്ഷേമമെന്നും പറയും. ഭഗവാൻ പറയുന്നു അത് ഞാൻ ഏറ്റു എന്ന്, യോഗക്ഷേമം വഹാമ്യഹം എന്ന്. പക്ഷെ നമുക്ക് വിശ്വാസമില്ല. LIC ആണ് വിശ്വാസം. യോഗക്ഷേമം വഹാമ്യഹം എന്ന് അവര് പറഞ്ഞു. നമ്മൾ അതിൽ കൊണ്ടുപോയി കാശിട്ടു എന്ന് പറയാം. അവര് പറഞ്ഞു ഞങ്ങൾ ഏറ്റു നിങ്ങളുടെ യോഗവും ക്ഷേമവും. അഹം വഹാമി എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ നാടൻ ഭാഷയിൽ നാട്ടിൽ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ, അവനവൻ ഇരിക്കേണ്ടടുത്ത് അവനവൻ ഇരുന്നിട്ടില്ലെങ്കിൽ അവിടെ വേറെ ആരോ കയറിയിരിക്കുന്നു അല്ലേ? അപ്പൊ അവനവൻ ഞാൻ എവിടെ ഇരിക്കണം? ഞാനിലിരിക്കണം. ഞാനിലിരിക്കണമെങ്കിൽ ക്രിസ്തുദേവൻ തൻ്റെ ശിഷ്യരോടായി പറഞ്ഞു, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ. പിന്നീട് ഇത് കേട്ട നമ്മൾ വിചാരിച്ചു നമ്മുടെ അയൽക്കാരനെ സ്നേഹിക്കാനാണ് പറഞ്ഞത്. ക്രിസ്തു ഒരു ഉപദേശം കൊടുത്തതാണ്. ഉപദേശം സ്വീകരിക്കുമ്പം ഞാൻ ആ വാക്കിനെ ഒന്ന് തിരിച്ചിടേണ്ടതുണ്ട്. എന്നെ പോലെ ഞാൻ എൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം. നിന്നെ പോലെ എന്ന് പറയുമ്പം എന്നെ പോലെ ഞാൻ എൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം. ഇത് ഉപദേശമാണ്. ഉപദേശം കേട്ട് കഴിഞ്ഞാൽ അതിൽ ചോദ്യങ്ങളുണ്ട്. അതിനെ ആദ്യം ശ്രവണം എന്ന് പറയും. നമ്മുടെ ശാസ്ത്രത്തിൻ്റെ രീതി അതാണ്. ശ്രവണം, പിന്നെ മനനം, നിധിധ്യാസനം. മനനം, അതിനെ മനനം ചെയ്യണം, മനസ്സുകൊണ്ട് വിചാരം ചെയ്യണം. അപ്പൊ എന്നെ പോലെ എൻ്റെ അയൽക്കാരനെ ഞാൻ സ്നേഹിക്കണം. ഇതാണ് പറഞ്ഞത്. ഇത് നമുക്ക് വേറൊരാളോട് പറയാനുള്ളതല്ല. നമ്മളോട് ഇങ്ങനെ അദ്ദേഹം പറഞ്ഞു, അതെ നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്ന് വേറൊരാളെ വിളിച്ചിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കാനുള്ളതല്ല. പിന്നെയോ നമ്മുടേതാണെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം? എന്നെ പോലെ ഞാൻ എൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം. അപ്പൊ എൻ്റെ മുൻപിൽ ചോദ്യം വരും, ഞാൻ ആര്? എൻ്റെ അയൽക്കാരൻ ആര്? അപ്പൊ ഞാൻ ആരെന്ന് ഞാൻ അറിഞ്ഞാൽ മാത്രമേ എനിക്ക് എൻ്റെ അയൽക്കാരനെ തന്നെ പരിചയമാവുള്ളൂ. അല്ലാതെ വീട്ടിൻ്റെ അടുത്തിരിക്കുന്ന ഔക്കറിനെയോ അല്ലെങ്കിൽ ജബ്ബാറിനെയോ അല്ലെങ്കിൽ രാമകൃഷ്ണനെയോ അല്ലെങ്കിൽ ഔസേപ്പിനെയോ നീ സ്നേഹിക്കണമെന്നല്ല. നമ്മുടെയൊക്കെ മതമൈത്രി അങ്ങനെയാണല്ലോ. ഇവിടെ ഓണത്തിന് ഉണ്ടാക്കുന്ന സാമ്പാർ അപ്പുറത്ത് കൊടുക്കുക, അപ്പുറത്തെ പെരുന്നാളിന് ഉണ്ടാക്കുന്നത് ഇപ്പുറത്തേക്ക് മേടിക്കുക, എന്നിട്ട് ഈ അവിയലും മറ്റേ ബിരിയാണി അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യുന്നതാണ് മതസൗഹാർദ്ദം എന്ന് നമ്മൾ കരുതിയിട്ടുണ്ട്. അതല്ല. അപ്പൊ അയൽക്കാരൻ എന്ന് ഒരു ഋഷി സത്തമനായിട്ടുള്ള ക്രിസ്തു പറയുമ്പോൾ ഞാനൊരു 100 ഏക്കറിൽ ഒറ്റയ്ക്കൊരു വീട് വെച്ച് കഴിയുന്ന എന്നെ സംബന്ധിച്ച് ഈ വാക്യത്തിന് എന്ത് വില? അതുകൊണ്ടാണ് പണ്ട് പൂർവ്വസൂരികളായിട്ടുള്ള കാരണവന്മാര്, നമ്മുടെ ആളുകള് കുട്ടികളെ മുറ്റത്ത് കൊണ്ടുവന്നിട്ട് ആ അമ്മമാരൊക്കെ പറയും അത് അമ്പിളി മാമനാണെന്ന് പറയും. ചന്ദ്രനെ അമ്മാമനായിട്ടാണ് പരിചയപ്പെടുത്തി കൊടുക്കാറ്. അവിടെ ഒരു മാതൃത്വമുണ്ട്. അമ്മയുടെ അനുജനോ ജ്യേഷ്ഠനോ ആണെന്ന് പറയും. അങ്ങ് വിദൂരതയിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിലും പരിചയപ്പെടുത്തലിലൂടെ തൻ്റെ വേണ്ടപ്പെട്ടവനാണ്, അടുപ്പമുള്ളവനാണ്. ഇങ്ങനെ സൂര്യചന്ദ്ര നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന ഈ വിശ്വത്തെ വസുദൈവ കുടുംബകം എന്ന സങ്കല്പത്തെ തന്നെയാണ് അദ്ദേഹവും കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഞാനാണ് അതിലെ
കേന്ദ്ര വിഷയം. ഞാൻ ആര്? ഞാൻ ആരെന്നറിയുന്നതിലൂടെ മാത്രമേ എനിക്ക് എൻ്റെ അയൽക്കാരനെ തിരിച്ചറിയാൻ പറ്റൂ. എനിക്ക് എന്നോട് ബഹുമാനമുണ്ടായാൽ, എനിക്ക് എന്നോട് സ്നേഹമുണ്ടായാൽ, എനിക്ക് എന്നിൽ വിശ്വാസമുണ്ടായാൽ മാത്രമേ അത് പുറത്ത് കാണൂ. യഥാ ദൃഷ്ടി തഥാ സൃഷ്ടി. എന്താണോ നമ്മുടെ ദൃഷ്ടി അതാണ് സൃഷ്ടി. അപ്പൊ എന്തുകൊണ്ട് സ്വസ്ഥതയില്ല? ഞാൻ എന്നിൽ സ്ഥിതി ചെയ്യുന്നില്ല. ഞാൻ പിന്നെ സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? ചെറിയ ഉദാഹരണം പറയാം. വീട്ടിൽ നമ്മുടെ മകൾക്ക് അല്ലെങ്കിൽ മകന് ഒരു ഫോൺ വന്നു. ഫോണിൽ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്, കേൾക്കാൻ നമ്മൾ താല്പര്യം കാണിക്കുന്നുണ്ട്. ഫോൺ വെച്ച് കഴിഞ്ഞപ്പം ആരാ? അതെന്റെ ഫ്രണ്ട്. ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ അത് എം ആണോ എഫ് ആണോ അല്ലേ? അത് GF ആണോ BF ആണോ? അതൊരു കുട്ടി, നമ്മൾ തമിഴ്നാട്ടിൽ യജ്ഞത്തിന് പോയ സമയത്ത് അവരെ ജ്യേഷ്ഠൻ ഫോണിൽ സംസാരിക്കുക. അപ്പോൾ നമ്മൾ എടുത്ത് വന്നിട്ട് പറയാണ്, സ്വാമിജി அவன் யாருக்கிட்ட பேசுறன்னு தெரியுமா? அவன் GF கிட்ட பேசுறது. ஆமா, GF என்ன? அது கேர்ள் ஃப்ரெண்ட், സ്വാമിക്ക് தெரியாது. അപ്പോഴാണ് സ്വാമിക്ക് ഒരു ഫോൺ വന്നത്. யாரு? GF സ്വാമിക്കാ? ആ, ഗ്രാൻഡ് ഫാദർ. അപ്പൊ ചിലപ്പം ഗ്രാൻഡ് ഫാദർ ആയിരിക്കും. അപ്പൊ ഒരു കുട്ടിക്ക് വരുന്ന ഫോണ്. ഇനി നമ്മുടെ നാട്ടിലാണെങ്കിൽ അടുത്ത വീട്ടിൽ പോസ്റ്റ്മാൻ വന്നൊരു കത്ത് കൊടുത്താൽ മതി. നമ്മൾ അവരോട് ചോദിക്കും, എന്താ ഒരാൾ വന്നിരുന്നു, നമുക്കറിയാം പോസ്റ്റ്മാനാണ്, ഒരു കത്ത് കൊടുത്താൽ. അല്ല, കുറേ നേരം ബെല്ലടിച്ചു, ഇത് നമുക്കറിയാം, നമ്മളൊന്ന് ബാത്റൂമിലായിരുന്നു, 2 മിനിറ്റ് ആയിട്ടേ ഉള്ളൂ, പെട്ടെന്ന് തന്നെ നമ്മൾ കതക് തുറന്നിട്ടുണ്ട് എന്നൊക്കെ. അത് പോസ്റ്റ്മാൻ. ആ, ആരുടെയാണാവോ ഇല്ലേ? അത് നാളുടെയാണ്. നമുക്കറിയാം, ചിലപ്പം എവിടുന്നോ ചേട്ടൻ ലോൺ എടുത്തിട്ടുണ്ട്, അത് അടയ്ക്കേണ്ട കാര്യത്തിനാണ്. അതിപ്പോ ഇവരോട് പറയാൻ പറ്റില്ലല്ലോ. അത് ഞങ്ങളുടെ ഒരു എന്താ പറയാനൊരു മടി ഇല്ലേ? ഇല്ല, ഒന്നുമില്ല ഇല്ലേ? പക്ഷെ നമുക്കറിയണം, അടുത്ത വീട്ടിലൊരു കത്ത് വന്നാൽ അത് ആരുടേതാണെന്ന് അറിയണം. അപ്പൊ നമ്മുടെ സ്വസ്ഥത പോകുന്നുണ്ടോ? പോകുന്നുണ്ട്. എന്തുകൊണ്ട് പോകുന്നു? ഞാൻ ആ കത്തിലാണ്. ഞാൻ ആ കത്തിലിരിക്കുമ്പോൾ ഇതിപ്പം നമ്മുടെ സ്വസ്ഥത നമ്മളാ ഇല്ലാതെയാക്കുന്നത്. നാം പലതിലേക്കും നമ്മൾ രാവിലെ മുതൽ ഇങ്ങനെ വീഴുകയാണ്. അതിപ്പോ ഭാര്യയുടെ സ്വസ്ഥത പോകുന്നു, ഭർത്താവ് കാരണമായിട്ട് എങ്കിൽ നമ്മൾ അമിതമായിട്ട് അതിൽ സഞ്ചരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ സ്വസ്ഥതയെ കളഞ്ഞു കുളിക്കാൻ നാം അനുവദിക്കാതെ ഒരാൾക്കും സാധ്യമല്ല എന്ന്. അതുകൊണ്ടാണ് ഭഗവാൻ ഗീതയിൽ അർജുനോട് പറയുന്നത്, ഉദ്ധരേത് ആത്മന ആത്മാനം ന ആത്മാനം അവസാദയേ ആത്മൈവ ഹ്യാത്മനോ ബന്ധുഹു ആത്മൈവ റിപുരാത്മന. അപ്പൊ ആ ഒരു കാലത്ത് മനുഷ്യൻ ഏതൊക്കെ സാഹചര്യങ്ങളെ കൊണ്ട് അവൻ അനുഭവിച്ച വേദനകളെ മുഴുവൻ മാറ്റാൻ ഈ ബ്രഹ്മവിദ്യ ഇത് മാത്രമേ ഉപായമായിട്ടുള്ളൂ. ശരി, അപ്പൊ ബ്രഹ്മവിദ്യ എന്ന് പറയുമ്പം അത് സ്വാതന്ത്ര്യത്തിലേക്കുള്ള വിദ്യയാണ്. ഈ സ്വാതന്ത്ര്യം നേരത്തെ പറഞ്ഞു, ഇത് നമ്മുടെ ജന്മാവകാശമോ അല്ലെങ്കിൽ നമ്മുടെ ശാപമോ, അത് ഓരോരുത്തരുടെ വീക്ഷണമാണ്. സ്വാമി അത് തെറ്റെന്ന് പറയുന്നില്ല. പക്ഷെ ഋഷിയുടെ സമീപനം അതിനെ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിച്ചു എന്നേ ഉള്ളൂ. അപ്പൊ സ്വാതന്ത്ര്യം എന്ന് പറയും. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ബൃഹ് ധാതുവിന് വർധനെ എന്നാണ്. അത് ഈ വിശ്വത്തെ മുഴുവൻ വ്യാപിച്ചത്, വിശ്വത്തെ മുഴുവൻ നിലനിർത്തുന്നത്, അതാണ് നാം.
നാം ഒരിക്കലും പരിമിതരല്ലെന്നും നാം അപരിമേയമാണ്. പക്ഷെ ഇതുവരെ മനുഷ്യരോട് പറഞ്ഞത് നമ്മൾ തുല്യരാണ് എന്നാ. ഋഷി തുല്യതയെ കുറിച്ചല്ല പറഞ്ഞത്. ഋഷി പറഞ്ഞത് അതുല്യരാണ് എന്നാണ്. നാം അതുല്യരാണ്, തുല്യരല്ല. അതെവിടെയാണ്? അത് നാം തിരിച്ചറിയുന്നത് ഈ വിദ്യയിലാണെന്ന് പറയാം. അതുകൊണ്ട് ബ്രഹ്മവിദ്യ എന്ന് പറഞ്ഞാൽ എന്നെ തന്നെ അറിയുന്ന വിദ്യ. താൻ തന്നെ അറിയുന്നു. താൻ ആര്? താൻ പരിമിതനാണോ? അല്ല. യാതൊരു വിധത്തിലുള്ള പരിമിതിയും ഇല്ലാത്തവനാണ് ഞാൻ. ഇത് സ്വാമി വെറുതെ പറയണതല്ലേ? അല്ല. ഇത് മാത്രമാണ് സത്യം. ഇതിൽ കവിഞ്ഞ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം അസത്യം. ഇതാണ് സത്യം. അപ്പൊ പരിമിതമായതിനെ അത് ഞാനാണെന്ന് ഞാൻ മനസ്സിലാക്കിയാൽ എനിക്ക് ഒരു കാലത്തും സ്വസ്ഥത അല്ലെങ്കിൽ ശാന്തി അല്ലെങ്കിൽ സമാധാനം എന്നൊന്ന് ഉണ്ടാവില്ല. എഴുതി ഒപ്പ് ഭാരതീയ ഋഷീശ്വരന്മാർ കൂട്ടത്തോട് കൂടിയിട്ട്. ആര് എന്ന് ചോദിച്ചാൽ, പിന്നെ ഈ വിദ്യ വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനോ അല്ലെങ്കിൽ വേറൊരാള് എന്നാ നീ പോയിട്ട് ഇതൊക്കെ കേൾക്കും, നീ നന്നാവും, അങ്ങനെയല്ല എന്ന് പറയും. പണ്ട് ഗ്രാമത്തില്, സ്വാമി ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്, ഗ്രാമത്തില് കുഷ്ഠരോഗ നിർമാർജന യജ്ഞം, പല യജ്ഞങ്ങളും ഉണ്ട് നാട്ടില്, പല യജ്ഞങ്ങളാണ്. എന്താ, വായ്പാ യജ്ഞം ബാങ്കൊക്കെ നടത്തുന്നുണ്ട്. സൈക്കിൾ യജ്ഞം മുതൽ സർപ്പയജ്ഞം, പാമ്പിന്റെ കൂടെ കിടക്കുക. കുറെ വിഷപ്പാമ്പുകളുടെ കൂടെ കിടക്കുന്ന ആളോട് ചോദിച്ചു, നിങ്ങൾക്ക് ഇത്രയും വിഷപ്പാമ്പുകളുടെ കൂടെ എങ്ങനെ കിടക്കാൻ സാധിക്കുന്നു? ഞാൻ കഴിഞ്ഞ 15 വർഷമായിട്ട് ഭാര്യയോടൊപ്പം ശയിക്കുന്നവനാ, ഇതൊന്നും എനിക്കൊരു വിഷയമല്ല എന്ന്. തമാശ മാത്രമാണ് കേട്ടോ. അങ്ങനെ ഒരാൾ പറഞ്ഞു അത്ര. അപ്പം കുഷ്ഠരോഗ നിർമാർജന യജ്ഞം, അപ്പൊ അതിനെക്കുറിച്ചുള്ള ഒരു ബോധവത്കരണമാണ്. അപ്പൊ ഒരു ഗ്രാമത്തിലാണ്. അപ്പൊ ഗ്രാമത്തിൽ ഒരു ക്ഷേത്രത്തിന്റെ സമീപത്തായിട്ട് ഒരു വായനശാലയൊക്കെ ഉണ്ട്. അവിടെയൊക്കെ എല്ലാവരും കൂടെ തടിച്ചുകൂടി അങ്ങനെ ഇരുന്ന്, അപ്പൊ അവർക്ക് ഈ LCD പ്രോജക്റ്റ് വെച്ചിട്ട് ഇത് കാണിക്കുന്നുണ്ട്. കുഷ്ഠരോഗികളെ നാം വെറുക്കാൻ പാടില്ല. കുഷ്ഠരോഗം പകർച്ചവ്യാധിയല്ല, അത് ആരംഭത്തിൽ ചികിത്സിച്ചാൽ ഭേദപ്പെടുത്താവുന്നതാണ്. പക്ഷെ ആരംഭത്തിൽ നിങ്ങൾ പോയിട്ട് ചികിത്സ നടത്തണം, എന്നാൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞ് കുഷ്ഠരോഗം വന്നിട്ടുള്ളവർക്ക് സമൂഹത്തിൽ നിന്ന് അവരെ ഭയപ്പെടുകയോ അല്ലെങ്കിൽ അവരോട് അത്തരത്തിലുള്ള നമുക്ക് അങ്ങനെയുള്ള പെരുമാറ്റങ്ങളൊന്നും പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു ബോധവത്കരണമാണ് ആ ക്യാമ്പിന്റെ ഉദ്ദേശം. അപ്പൊ അതില് രോഗലക്ഷണങ്ങളെ കുറിച്ചൊക്കെ ക്ലാസ് എടുക്കുക. അപ്പൊ ഇത് മുഴുവൻ ഇങ്ങനെ ഇരുന്നിട്ട് എന്താ പറയുക, കുറച്ച് ആളുകൾ ഇങ്ങനെ ആ പുൽത്തകടിയിൽ ഇരുന്നിട്ട് ഇങ്ങനെ കേൾക്കുന്നത്, ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ പറഞ്ഞു, ഇത് നമ്മുടെ ത്വക്കിന് സ്പർശന ശക്തി നഷ്ടപ്പെടുന്നതാണ് ഇതിന്റെ ആരംഭ ലക്ഷണം. ഈ ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഇങ്ങനെ ചൊറിഞ്ഞാലൊന്നും അറിയില്ല, ഇതാണ് ഇതിന്റെ ആരംഭം. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ വല്ലതും കാണുന്ന സമയത്ത് നിങ്ങൾ ഉടനെ ഒരു ഡോക്ടറെ ബന്ധപ്പെടണം, അല്ലെങ്കിൽ ഞങ്ങളെ ബന്ധപ്പെടുക എന്ന് പറഞ്ഞ് ഇവരുടെ ടെലിഫോൺ നമ്പർ അതിൻ്റെ ആളുകളെയൊക്കെ പറഞ്ഞു. അങ്ങനെ ഇത് നടന്നുകൊണ്ടിരിക്കുമ്പം ഒരു ഭാര്യയും ഭർത്താവും ഇരുന്ന് ഇത് കാണുക. ഒരു ഏകദേശം വൃദ്ധാവസ്ഥയിലൊക്കെ എത്തിയതാണ്. അപ്പോൾ ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു, എടി എനിക്ക് ഈ രോഗമുണ്ട് എന്നാ തോന്നുന്നത്. അപ്പൊ പറഞ്ഞു, അതെന്താ? അതെ, എന്നെ എന്തോ കടിച്ചിട്ട് ഞാനിങ്ങനെ ചൊറിഞ്ഞിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ ഭാര്യ പറയാ, നിങ്ങൾ എന്നെയാ ചൊറിഞ്ഞുകൊണ്ടിരിക്കണത്. അപ്പൊ ഈ വിദ്യ, ബ്രഹ്മവിദ്യ, വല്ലവരെയും ചൊറിയാനുള്ളതല്ല. പലരെ സംബന്ധിച്ചും അങ്ങനെയാണ്. അവനുമായിട്ട് ഇതിന് യാതൊരു ബന്ധവും ഉണ്ടാവില്ല. ഇത് തികച്ചും വൈയക്തികമാണ്, വ്യക്തിയിൽ അധിഷ്ഠിതമാണ്.
ശരിക്കും പറഞ്ഞാൽ പണ്ട് നാട്ടിൽ ഒരു വലിയ നോട്ടീസ് ഒരാൾ അച്ചടിച്ച് വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ അദ്ദേഹം അവകാശപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ വകയിൽ ബന്ധത്തിലുള്ളതാണെന്നും അദ്ദേഹം ആ കുടുംബത്തിൽ വളരെ അടുത്തൊരു ബന്ധമുള്ള ആളാണ്. എന്നിട്ട് ഞാൻ ഒരുപാട് കാലം പല വിധത്തിലുള്ള ഈ ഗുരുക്കന്മാരൊക്കെ പറഞ്ഞതൊക്കെ പരിശീലിച്ച് നോക്കിയിട്ടൊന്നും ഇതൊന്നും നടക്കുന്ന കാര്യമല്ല എന്ന് പറയാം എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു നോട്ടീസ് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് മതവും ശാസ്ത്രവും, നമ്മൾ പഠിച്ചത് മതമല്ല, നമ്മൾ ശാസ്ത്രമാണ് പഠിച്ചത്. ഏത് ശാസ്ത്രം? ആധുനിക ശാസ്ത്രം, ഭൗതിക ശാസ്ത്രം. അപ്പം നമ്മൾ പഠിച്ചു പോകുന്നത് ചെറിയ ക്ലാസ് മുതൽ ഈ ലോകത്തെക്കുറിച്ച്, സൂര്യനെക്കുറിച്ച്, ചന്ദ്രനെക്കുറിച്ച്, ഭൂമിയെക്കുറിച്ച്, ആകാശത്തെക്കുറിച്ച്, സമുദ്രത്തെക്കുറിച്ച്, നമ്മളെക്കുറിച്ച് എല്ലാം ആധുനിക ഭൗതിക ശാസ്ത്രം, വൈദ്യശാസ്ത്രം, ഭൂമിശാസ്ത്രം, നക്ഷത്രങ്ങളെക്കുറിച്ച്, വൃക്ഷങ്ങളെക്കുറിച്ച്, ജീവജാലങ്ങളെക്കുറിച്ച് എല്ലാം നമ്മൾ ചെറിയ ക്ലാസ് മുതൽ പഠിച്ചിട്ടുണ്ട്. അതെല്ലാം ഭൗതിക ശാസ്ത്രത്തിൻ്റെ പഠനമാണ്. ആ രീതിയാണ് നമ്മുടെ രീതി. അപ്പം അവിടെ ഓരോരോ കണ്ടെത്തലുകളുണ്ട്. ആ കണ്ടെത്തലുകളൊക്കെ നടത്തിയിട്ടുള്ള ശാസ്ത്രകാരൻ ഓരോ കണ്ടെത്തുന്ന സമയത്തും അത് മുഴുവൻ ലോകത്തിൻ്റെയാണ്. ഒരു ആള് പണ്ട് തെങ്ങിൻ്റെ ആപ്പിൾ മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് എന്തോ ചിന്തിക്കുകയോ വായിക്കുകയോ ആയിരുന്നു. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ തലയിൽ ഒരു ആപ്പിൾ വീണതെന്നും, അപ്പം അദ്ദേഹം ആലോചിച്ചു എന്നാ, നമ്മളല്ലായിരുന്നു അത്, അതുകൊണ്ട് നമ്മളായിരുന്നെങ്കിൽ ആലോചിക്കില്ല എന്നാ, ഉടനെ ശാപ്പിടുമായിരുന്നു എന്നാ. അദ്ദേഹം ആലോചിച്ചു എന്തുകൊണ്ട് ഇത് താഴേക്ക് വീണു എന്ന്. രസകരമായിട്ടുള്ള ഒരു വർത്തമാനം, കേരളത്തിലായിരുന്നു, തെങ്ങിൻ്റെ ചുവട്ടിലായിരുന്നു എങ്കിൽ അന്വേഷണം അതോടുകൂടി കഴിഞ്ഞേനെ അല്ലേ. തലയിൽ വീണത് നാളികേരായിരുന്നെങ്കിൽ പിന്നെ അന്വേഷിക്കാൻ ആളുണ്ടാവില്ല. അപ്പോൾ ഒരു ആപ്പിള് വീണ സമയത്ത് അദ്ദേഹം ആലോചിച്ചു എന്തുകൊണ്ട് ഇത് താഴേക്ക് വീണു. താഴേക്ക് ഈ പദാർത്ഥങ്ങളെ ആകർഷിക്കുന്ന എന്തോ ഒന്നുണ്ട്. അങ്ങനെ ഭൂമിയുടെ ഭൂഗുരുത്വ ആകർഷണ ഫല സിദ്ധാന്തം അദ്ദേഹം ആവിഷ്കരിച്ചു. ഇന്ന് 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് അത് ടീച്ചർ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അവനത് എളുപ്പത്തിൽ മനസ്സിലാവും. 4ലോ 5ലോ ഒക്കെ ഇത് പഠിക്കുന്നുണ്ട് നമ്മൾ. ന്യൂട്ടൻ്റെ സിദ്ധാന്തം. ഇന്ന് ഒരു ആപ്പിൾ മരത്തിൻ്റെ ചുവട്ടിലേക്ക് കസാര എടുത്തു പോകേണ്ട ആവശ്യമില്ല. ഭൂമിയുടെ ഈ ആകർഷണ സിദ്ധാന്തം കണ്ടെത്താൻ വേണോ? വേണ്ട. ന്യൂട്ടൺ അത് കണ്ടെത്തി, മുഴുവൻ ലോകത്തിൻ്റെതാണ്. വൈദ്യുതിയുടെ സാധ്യതയെ എഡിസൺ ആവിഷ്കരിക്കുമ്പോൾ, അതുപോലെ റേഡിയോയുടെ സാധ്യതയെ മാർക്കോണി ആവിഷ്കരിച്ചപ്പോൾ, ഇങ്ങനെ ഓരോരോ സാധ്യതയെ ഓരോ ശാസ്ത്രകാരൻ ആവിഷ്കരിച്ച് അതിൻ്റെ പൂർണ്ണതയിൽ കൊണ്ടുവന്ന സമയത്ത് അത് മുഴുവൻ ലോകത്തിൻ്റെതാണ്. ഓരോ കണ്ടെത്തലും അത് മാർക്കോണിയുടേതോ ഐൻസ്റ്റീൻ്റേതോ അല്ലെങ്കിൽ ന്യൂട്ടൻ്റേതോ മാത്രമായി നിൽക്കുന്നില്ല. പക്ഷെ ഇവരൊക്കെ കയറി നിന്ന് ചിന്തിക്കുന്നത് ഇവരൊക്കെ കണ്ടെത്തിയിട്ടുള്ള കണ്ടെത്തലിൽ നിന്നാണ്. അവിടെയുണ്ട് ഭൗതിക ശാസ്ത്രത്തിനൊരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യത്തിൽ ന്യൂട്ടൻ്റെ സിദ്ധാന്തമല്ല ഇന്നത്തെ സിദ്ധാന്തം. ഐൻസ്റ്റീൻ്റെ സിദ്ധാന്തത്തിൽ നിന്ന് ഭൗതിക ശാസ്ത്രം വളരെ മുന്നേറി. കോർക്കിൻ്റെയും സ്ട്രിങ്സിൻ്റെയും സിദ്ധാന്തത്തിൽ അല്ലെങ്കിൽ ആ പഠനത്തിൽ നിൽക്കുന്ന ആധുനിക ഭൗതിക ശാസ്ത്രകാരന് ഐൻസ്റ്റീന് ആവശ്യമില്ല. കേവലം ഒന്ന് മറിച്ചു നോക്കാൻ മാത്രം. പക്ഷെ ഭാരതീയ സമ്പ്രദായത്തിൽ യാജ്ഞവൽക്യൻ കണ്ടെത്തിയത്, വ്യാസൻ കണ്ടെത്തിയത്, ഗൗതമൻ കണ്ടെത്തിയത്, ഇവിടെ ആമുഖത്തിൽ പറഞ്ഞു, കപിലവസ്തുവിൽ നിന്ന്
ശുദ്ധോദന മഹാരാജാവിന്റെ പുത്രനായ ആ സിദ്ധാർത്ഥ രാജകുമാരൻ വർഷങ്ങൾക്കപ്പുറത്ത് ബോധിവൃക്ഷ ചുവട്ടിൽ യാതൊന്നാണോ കണ്ടെത്തിയത്, യാതൊന്നാണോ ശിവഗിരിയിലും അതുപോലെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ചെമ്പഴന്തിയിലുമൊക്കെ ഇരുന്ന് ഏതൊരു മനസ്സുകൊണ്ട്, ഏതൊരു ധ്യാനാവസ്ഥിത മനസ്സിൽ കണ്ടെത്തിയ സത്യം അങ്ങ് പരാശരൻ കണ്ടെത്തിയതും ശ്രീനാരായണൻ കണ്ടെത്തിയതും ഇപ്പം നമ്മൾ ചർച്ച ചെയ്യുന്നതും ആ ബോധം ഏകമാണ്. അവിടെ പാരമ്പര്യത്തിൻ്റെ നിഷേധമില്ല, ഒരല്പം പോലുമില്ല. പക്ഷെ ഭൗതിക ശാസ്ത്രത്തിൽ അവിടെ നിഷേധമുണ്ട്. ഇന്ന് നിങ്ങൾക്കറിയാം, നമ്മൾ ഒരു ശാസ്ത്രകാരനോടുള്ള ഒരു ആദരവ് കൊണ്ട് മാത്രം അദ്ദേഹത്തിൻ്റെ പരിണാമ സിദ്ധാന്തത്തെ, ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തത്തെ പഠിക്കുന്നേ ഉള്ളൂ. പക്ഷെ ഭൗതികവാദി അതിനെ പൂർണ്ണമായി, ഇപ്പോൾ ഭൗതിക ശാസ്ത്രം അതിനെ പൂർണ്ണമായി നിരാകരിച്ചു കൊണ്ടിരിക്കുന്നു. സ്കൂളിൽ പഠിപ്പിക്കുന്നവർക്കറിയാം, പുതിയ പുതിയ പഠനം പഠിക്കുന്നുണ്ടെങ്കിൽ, പഴയ കിതാബും വെച്ച് ഇപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പുതിയ നമ്മൾ വഴിയിലേക്ക് നീങ്ങുന്ന സമയത്ത് നമുക്കറിയാം പാരമ്പര്യത്തെ നിഷേധിച്ചുകൊണ്ട് പഠനം മുന്നേറുന്നു. പാരമ്പര്യത്തെ നിഷേധിക്കാതെ യാതൊരു സത്യത്തെയാണോ ഏകം സത് വിപ്രാഹ ബഹുധാ വദന്തി സദൈവ സൗമ്യ ഇതമഗ്രേ ആസീത് ഏകമേവാദ്വിതീയം ബ്രഹ്മ, ഇവിടെ ആ സത്യം മാത്രമേ ഉള്ളൂ, അതാണ് എല്ലാം എന്ന ആ അറിവിൽ, ആ കണ്ടെത്തലിന് യാതൊരു മാറ്റവും ഇല്ല എന്ന് പറയാം. അതുകൊണ്ട് ഇത് തികച്ചും വൈയക്തികമാണ്. ഞാൻ അന്വേഷിച്ചാൽ മാത്രം എനിക്ക് കിട്ടും. ഞാൻ ഏത് പാരമ്പര്യത്തിൽ ജനിച്ചവനായിട്ടും കാര്യമില്ല. എൻ്റെ അച്ഛൻ മഹാസ്വാമിയാരായതുകൊണ്ട് എനിക്ക് കിട്ടണമെന്നില്ല. അങ്ങനെയായിരുന്നുവെങ്കിൽ ഓരോ വ്യാസൻ തന്നെ തൻ്റെ കഥ പറയുന്നത് എന്താ? വ്യാസൻ തപസ്സിൻ്റെ ഉഗ്രരൂപമാണ്. വ്യാസന്റെ മകനല്ലേ ധൃതരാഷ്ട്രൻ, അന്ധൻ? വ്യാസന്റെ പുത്രനല്ലേ പാണ്ഡു? അതെ. എന്തുകൊണ്ട് ഇങ്ങനെയായി? എന്നാൽ വ്യാസന്റെ പുത്രനല്ലേ വിതുരർ? അതെ. വ്യാസന്റെ പുത്രനായതുകൊണ്ട് വ്യാസനെ പോലെ ആകണമെന്നുണ്ടോ? ഇല്ല, ഒരിക്കലും അല്ല, ആവില്ല എന്നാ. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പാരമ്പര്യത്തിൽ അവരുടെ മകനായതുകൊണ്ട്, ഇന്നാളുടെ ഭാര്യ ആയതുകൊണ്ട്, പുത്രനായതുകൊണ്ട്, അമ്മയായതുകൊണ്ട് പറ്റില്ല. അതുകൊണ്ട് മതത്തിൻ്റെ കണ്ടെത്തൽ, മതത്തിൻ്റെ സാക്ഷാത്കാരം അത് ഭൗതിക ശാസ്ത്രത്തിൻ്റെ കണ്ടെത്തൽ പോലെയല്ല. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു ധാരണയുണ്ട്. ഭാര്യയോട് പറയാണ്, നീ പോയി കേട്ടുവാ, നീ നന്നാവും. അല്ലെങ്കിൽ നീ അമ്പലത്തിൽ പോയാൽ എനിക്കും കൂടെ ഉള്ളത് കിട്ടും, അല്ലെങ്കിൽ നീ ചർച്ചിൽ പോയാൽ, നീ മോസ്കിൽ പോയാൽ ഇവിടെ ഞാൻ കേന്ദ്രമാണ്, ഞാനാണ് ഇവിടെ അന്വേഷണ വിഷയം. അതുകൊണ്ട് ഞാൻ തന്നെ ഇത് കണ്ടെത്തിയേ മതിയാകൂ. ഈ കണ്ടെത്തലിൽ നിന്ന് ആർക്കെങ്കിലും ആരെയെങ്കിലും മാറ്റി നിർത്താൻ അവകാശമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം. അതുകൊണ്ട് ഈ കണ്ടെത്തലിന്, ഈ ആത്മാന്വേഷണത്തിന് എല്ലാവരും അധികാരികളാണ്, അവകാശികളാണ്, എല്ലാവരും ഈ സത്യമാണ് എന്നുള്ളത് കൊണ്ട്. ഗുരുദേവന്റെ കൃതികളൊക്കെ കൈകാര്യം ചെയ്യണമെങ്കിൽ സംഗീതം കൂടെ ഉണ്ടെങ്കിൽ നല്ലതാണ്. ആശ്രമത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ രണ്ടുപേരാണ് അത്ര ഓടിപ്പോയത്. ഒന്ന് പാട്ടുമാഷും, ഒന്ന് യോഗമാഷും. പാട്ടുമാഷ് 2 ആഴ്ച കൊണ്ട് പറഞ്ഞു, ഇനി ഇവരെ ഒന്നും പഠിപ്പിക്കാനില്ല എന്ന്. അപ്പൊ സ്വാമിജി ചോദിച്ചു, അതെന്താന്ന്? അതെ, ഇനി ഇവരെ പഠിപ്പിച്ച എനിക്ക് വേറൊരു ആരും പഠിപ്പിക്കാൻ പറ്റില്ല. എൻ്റെ സ്വരസ്ഥാനങ്ങളൊക്കെ തെറ്റാൻ തുടങ്ങി. യോഗമാഷും ഇതുപോലെയായിരുന്നു. ഇത്ര കാലം ഈ കുട്ടികളുടെ കൂടെ കഴിയാൻ സാധിച്ചത് എൻ്റെ ഒരു യോഗം എന്ന് ഞാൻ കണക്കാക്കി. സ്വാമി എന്നെ പോവാൻ അനുവദിക്കണം. അവർ രണ്ടുപേരും ആയുധം വെച്ച് കീഴടങ്ങിയവരാ.